ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ആൻഡ് വെറൈറ്റി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള പെയിൻറ്റ് ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ കയ്യിൽ ഒരെണ്ണെങ്കിലും കാണാതിരിക്കില്ല അല്ലേ? അപ്പോൾ ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ പുതിയൊരു രൂപം നൽകാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ എയർ ഡ്രൈ ക്ലേ ആണ്. ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഒരു പാക്കറ്റിന് 20 രൂപയാണ്. ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ടും എനിക്ക് ഈ ഒരു ക്രാഫ്റ്റിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉണ്ടാക്കാൻ പോണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ ക്ലേ എടുക്കുകയാണ്. ഈ ക്ലേ എങ്ങനെ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. 2 കമ്പോണൻ്റ് ഉണ്ടായിരിക്കും, അതിൽ നിന്നും ഈക്വൽ എമൗണ്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിൽ നിന്നും ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഞാൻ അതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ബോട്ടിലിൻ്റെ നെക്ക് ഭാഗത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അവിടെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ അതിനുശേഷം ഇത്രയും വീതിയിൽ, ആ ബോട്ടിലിൻ്റെ അത്രയും തന്നെ വീതിയിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ബോട്ടിൽ ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലിൻ്റെ അടിഭാഗത്തും നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. ഇനി കയ്യിൽ അല്പം വെള്ളമാക്കിയിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഒരേ ലെവലാക്കാനായിട്ട് പറ്റും. പൊങ്ങിയും താന്നൊക്കെ നിൽക്കുന്നതും പിന്നെ അവിടെ ഇവിടെയൊക്കെ കറക്റ്റ് ആവാത്തതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഷേപ്പാക്കി കൊടുക്കുക, നല്ലൊരു ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അധികം അങ്ങോട്ട് വെള്ളമാക്കണ്ട, അല്പം വെള്ളത്തിലൊന്ന് തൊടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഈ നെക്ക് ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് ലെവലാവാനുണ്ട്. കറക്റ്റ് നമ്മുടെ താഴെയുള്ള ഭാഗത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് വരാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് മഗ്ഗിൻ്റെ പിടിക്കുന്ന ഭാഗം ഹാൻഡിൽ ഉണ്ടാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റുമാണ് നമ്മൾ ക്ലേ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് നല്ലൊരു ബലം കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അലുമിനിയം ഫോയിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആ ഒരു ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി. ഇതാകുമ്പോൾ നമുക്ക് നല്ലൊരു ബലം കിട്ടുന്ന മാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. പിന്നെ കനം കുറച്ച് ചെയ്താൽ മതി, അധികം കനം വേണ്ട, അപ്പോൾ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. നന്നായി കനം കുറച്ച്, പറ്റാവുന്ന അത്രയും കനം കുറച്ച് എടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മഗ്ഗിൻ്റെ ഹാൻഡിലിൻ്റെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ക്ലേ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ അല്പം വെള്ളമാക്കിയിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ക്ലേ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ വൈറ്റ് പെയിൻ്റ് ആണ് കൊടുക്കുന്നത്. അപ്പം ആദ്യം ഒരു കോട്ട് അടിച്ചിട്ട് പിന്നെ ഒരു കോട്ടും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം 3 കോട്ട് ഞാനതിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു ഭംഗിയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഹാൻഡിലിന് നമ്മൾ റെഡ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തും നമ്മൾ റെഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മഗ്ഗിൽ എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ? അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നുണ്ട്. ആദ്യം ഞാനൊരു പെൻ യൂസ് ചെയ്തിട്ട് എഴുതുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പെയിൻറ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഭംഗി വരുള്ളൂ. പെന്നോണ്ട് എഴുതുന്നേക്കാളും മാർക്കറോണ്ട് എഴുതുന്നേക്കാളും കൂടുതൽ ഭംഗി നമ്മൾ പെയിൻറ് യൂസ് ചെയ്ത് എഴുതുമ്പോൾ തന്നെയാണ്.
ഇത്രയേ ഉള്ളൂ. നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാർണിഷും കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിനി കോഫി മഗ് റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, പക്ഷെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പീസായിട്ട് വിൽക്കാനും നല്ല ഭംഗിയുണ്ടായിരിക്കും.